ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് വലുതാവാത്തത് എന്തുകൊണ്ടെന്നാണ്. അതായത് ഡ്രാഗൺ ഫ്രൂട്ട് പ്രോപ്പർ മെച്ചുറായിട്ട് വളരാത്തത് എന്താ കാരണമെന്ന്. അതിന് കാരണം വേറൊന്നുമല്ല, നമ്മൾ പ്രോപ്പറായിട്ട് നോക്കാത്ത കാര്യമൊന്ന്. മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെയിനി സീസണിൽ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർ പോളിനേഷൻ നടക്കില്ല. അതായത് നാച്ചുറലായിട്ട് പോളിനേഷൻ നടന്നില്ലെങ്കിൽ, പിന്നെ എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ചസ് വെച്ചാൽ, അതായത് മഴ പെയ്തിട്ട അല്ലെങ്കിൽ എന്താണ് നാച്ചുറലായിട്ടുള്ള പോളിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേനീച്ചകളും ബീസും അതും ഇതൊക്കെ വന്നിരുന്ന് പോളിനേറ്റ് ചെയ്യണ ഒരു രീതിയിലാണ് നാച്ചുറൽ പോളിനേഷൻ എന്ന് പറയുന്നത്. അല്ലാത്ത പോളിനേഷൻ നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യണ പോളിനേഷനാണ്. അതായത് നമ്മൾ വല്ല ബ്രഷ് വെച്ചിട്ടൊക്കെ ചെയ്യണ പോളിനേഷനാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. നാച്ചുറലായിട്ടുള്ള പോളിനേഷൻ നടക്കാറില്ല ഡ്രാഗൺ ഫ്രൂട്ടിന്. നാച്ചുറലായിട്ട് പോളിനേഷൻ നടന്ന ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുതായിട്ട് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. നാച്ചുറലായിട്ട് പോളിനേഷൻ നടക്കാത്തതുകൊണ്ട് നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് ചില ടൈമിൽ. ഹാൻഡ് പോളിനേഷനും ചെയ്യാത്ത പ്ലാന്റിൻ്റെ ഫ്രൂട്ടായിരിക്കും ഇങ്ങനെ ചെറുതായി വരുന്നത്. പിന്നെ ഞാൻ ഹാൻഡ് പോളിനേഷൻ ചെയ്യണ വീഡിയോ താഴെ ഇട്ടിട്ടുണ്ട്, ചാനലിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ പൊതുവേ ഇതിൻ്റെ ഫ്ലവറിങ് നടക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നൈറ്റ് ടൈമിലായിരിക്കും ഇതിൻ്റെ ഫ്ലവറിങ് നടക്കുന്നത്. ഫ്ലവറിങ് നടന്ന് ഒരു 1 to 3 hours ആർട്ടിഫിഷ്യലി പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ഫ്ലവറിന് നല്ലത്. എന്നാലേ ഫ്രൂട്ട് ഇത്തിരി കൂടി വെയ്റ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട് കിട്ടുള്ളൂ നമുക്ക്. ഹാൻഡ് പോളിനേഷൻ ചെയ്യണ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാം, ഡിസ്ലൈക്കും ചെയ്യണമെങ്കിൽ ചെയ്യാം.